എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ലോസിലേക്ക് പോകുമ്പോൾ പേടിച്ച് എക്സിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. ട്രേഡിംഗ് ചാർട്ടിലെ കണക്കുകൾ പഠിച്ച് പേടി ഒഴിവാക്കും എന്നുള്ളതാണ് ട്രേഡേഴ്സിനോട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ പോകുന്ന ആളുകളോട് പറയാനായിട്ടുള്ളത്. ട്രേഡിംഗ് ചാർട്ടിലെ കണക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി മാറും. അങ്ങനെ പേടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവും. അങ്ങനെ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ലോസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റും ടാർഗറ്റും അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 150 നിൽക്കുന്ന PE 141 വരുമ്പോൾ 210 നിൽക്കുന്ന CE 221 ചെല്ലണം. അതാണ് ഈ ചാർട്ടിലെ കണക്ക്. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച നല്ല ട്രേഡർ ആവാൻ പറ്റും. ട്രേഡിംഗ് ഒരിക്കലും ഒരു ഗ്യാംബ്ലിംഗ് അല്ല, പ്യുവർ മാത്തമാറ്റിക് ആണെന്ന് ഇത് കറക്റ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. നല്ല രീതിയിലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. കഴിഞ്ഞ 2023 മുമ്പേ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിട്ട് 48 പേര് എന്നെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ആളുകൾക്കും ട്രേഡിങ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ബേസിക് എൻ്റെ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാനായിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് കോഴ്സിനൊന്നും പോവാതെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിലെ വീഡിയോ കൊണ്ട് ട്രേഡിംഗ് പഠിക്കാം. ഒരുപാട് പഠിച്ച് തലയിൽ കയറ്റി വെക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൂടാ? ഒരുപാട് ടെക്നിക്കൽ വേർഡുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. ഈവൻ ഞാൻ ന്യൂസ് പോലും നോക്കാറില്ല, എന്നറിയാമോ? അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മാറി ചിന്തിക്കണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പറ്റത്തുള്ളൂ. റിസ്ക് എടുക്കണം. കംഫർട്ട് സോണിന് പുറത്ത് വന്നാൽ മാത്രമാണ് എന്തെങ്കിലും മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു സേഫ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളാണ് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത്. കൊടുക്കണം. നമുക്ക് ലോസ് വരും. ലോസ് കണ്ട് മാർക്കറ്റിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ടേ നമുക്ക് തിരിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് നീണ്ട ഒരു യാത്ര, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും IQ ലെവലിനും ബേസ് ചെയ്തിട്ടിരിക്കും മുമ്പോട്ടുള്ള യാത്ര എത്ര പെട്ടെന്ന് ഒരു ട്രേഡർ ആവണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടുപിടിക്കും. മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനും അതേപോലെ പ്രൈസ് ആക്ഷനുമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ആണെങ്കിലും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് എനിക്ക് അറിയത്തുമില്ല, ഞാനത് ഫോക്കസ് ചെയ്യാൻ പോയിട്ടുമില്ല. മാർക്കറ്റ് പ്രൊഫൈലും ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി എക്സിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ചാർട്ട് പഠിച്ചാൽ ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഏരിയ എവിടെയാണ്, ഓരോ എൻട്രിയിലും എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബോട്ടം സൈഡിലൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടെ പറയുന്നു,
ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മെജോറിറ്റി പഠിപ്പിക്കുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ മിക്കവരും ഈ ചാർട്ടിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട്, ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്. അതിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല 3-4 കമ്പനിയുടെ ചാർട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് മറ്റുള്ളവർക്ക് എൻട്രി എക്സിറ്റിന് ഗുണകരമാകും, അല്ലെങ്കിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് നല്ല രീതിയിൽ വർത്താകും എന്ന് തോന്നലുള്ളവർ ചാർട്ട് പഠിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ സമയം 9:04 ആയിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, നേരിട്ട് വിളിക്കുക, ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എന്താ പറയണ്ടേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൗണ് അപ്പ് ഡൗണ്, ഇതാണ് മാർക്കറ്റിൽ നടന്നത്. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് താഴത്തോട്ടും മേളിലോട്ടും ഡൗണും കിട്ടും. പക്ഷേ ഇത് വെച്ചിട്ട് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഒരു ഹയർ ടൈം ഫ്രെയിം, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനി ഒരിക്കലും സ്വിംഗ് ട്രേഡിംഗ് ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ച് നോക്കിയേ, ഇത് അതായത് ഇപ്പോൾ ഒരു വർഷമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തെടുത്തു, 4 മാസം താഴത്ത് പോയി, 4 മാസം പൊക്കത്ത് പോയി, 4 മാസം താഴെ വന്നു. പക്ഷേ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഒരു ഡൈവർജൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 4 8 4 12 മാസം ഫോക്കസ് ചെയ്യുന്നു. ഇതിപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ബട്ട് ഇതൊരു 1 ഡേയോ 1 വീക്കോ അങ്ങനെയായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും പ്രശ്നങ്ങളില്ല. നമുക്ക് താഴത്തോട്ടും മേളിലോട്ടും താഴത്തോട്ടും ഉള്ളതൊക്കെ ഈസി ആയിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, സ്വിംഗ് ട്രേഡിങ്ങിൽ അപ്പറിലേക്ക് ബുക്ക് ചെയ്യുക, പിന്നെ ലോവറിലേക്ക് സെല്ല് ചെയ്യുക. ഓപ്ഷൻ, സ്റ്റോക്ക് ഓപ്ഷൻ. ഇപ്പോൾ റിലയൻസ് അപ്പർ സൈഡിലേക്ക് സ്റ്റോക്കിന് മാത്രമാണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ താഴത്തോട്ട് പോകണ കാണുമ്പോൾ ആ സ്വിംഗ് ട്രേഡ് വെറുതെ ഹോൾഡ് ചെയ്ത് വെക്കണമെന്നില്ല. അത് ഫ്യൂച്ചർ എടുക്കാം, റിലയൻസിൻ്റെ ഫ്യൂച്ചർ എടുത്തിട്ട് താഴത്തോട്ട് എടുക്കാം, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഓപ്ഷൻസ് എടുത്തിട്ട് താഴത്തോട്ട് ഹോൾഡ് ചെയ്യാം, മന്ത്ലി ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡർ ആണെന്നും പറഞ്ഞിട്ട് 12 മാസവും ഹോൾഡ് ചെയ്ത്, അല്ല ലോങ് ടൈമിൽ 12 മാസം ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിൽ 3 ആഴ്ച ഹോൾഡ് ചെയ്ത് ഒന്നും കിട്ടാത്തതിന് നല്ലതാണ്. ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത സ്വിംഗ് ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. 2 ടൈപ്പ് സ്വിംഗ് ട്രേഡേഴ്സ്, ഒന്ന് 3 ആഴ്ച 4 ആഴ്ച ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡേഴ്സ്, അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ഡേയും ഫോക്കസ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റ് ഏകദേശം പ്ലസ്, ഒരു ന്യൂട്രലായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പ്ലസ്, ചെറിയൊരു പ്ലസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 24,430 മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത്. ഈ മൂവ്മെൻറ്റ് 24,460 മുകളിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ഇതിന്, അതായത് 24,460 മുകളിൽ ക്ലോസ് ചെയ്യുക. 24,460 മുകളിൽ ക്ലോസ് ചെയ്ത് 24,470 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന എൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,505, 24,495, 505, ഈ 2 ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതുക്കും മേലോട്ട് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല്, അപ്രോക്സിമേറ്റ് ലെവല് 24,533 ആയിരിക്കും. അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 24,550. അതുവരെയൊക്കെ മതിയാകുള്ളൂ. മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള വകുപ്പൊക്കെ ഈ സ്പേസിൽ കിടപ്പുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് താഴത്തോട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്, അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിന് ശേഷം ബേസ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,409, അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഇപ്പോൾ 30 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 24,409 താഴത്തോട്ട് മാർക്കറ്റ് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമേ
ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. അതിലിവിടെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസോളിഡേഷൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു കൺസോളിഡേഷൻ തന്നെ നിൽക്കുന്ന ലെവലിൽ കൺസോളിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി സ്കാൽപ്പിങ്ങിനാണ്. 5 പോയിന്റ്, 10 പോയിന്റ്, 15 പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് വരുമ്പോൾ സ്കാൽപ്പ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ലോട്ട് കൂട്ടിക്കൊണ്ട് 7 പോയിന്റ് 10 പോയിന്റ് സ്കാൽപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു വോളിയം ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ അതിൽ മെജോറിറ്റി പോർഷൻ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 320 ഭാഗം വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ്, പക്ക ലെവലാണെന്ന് വിചാരിക്കരുത്. 15 മിനിറ്റ്സിൻ്റെ ആണ് നോക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈൻ 318 320 അതിൻ്റെ ലെവല്. ആ ലെവലും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയണ്ടേ ഡൗണിലേക്കുള്ള ലെവലുകളായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ധൃതി ഒന്നും പിടിക്കുന്നില്ല. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് ചാടി കയറി ധൃതി ഒന്നും ഞാൻ പിടിച്ചിട്ട് ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ട്രേഡുകളൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ബാക്കി ഹൈ വോളിയം വന്നാൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ സിയുടെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് RSI 2 തവണ കയറിയിട്ട് പലതവണ ഇവിടെ റീകർവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു RSI അടുത്ത ക്രോസ് ഓവർ കിട്ടി മാർക്കറ്റ് 210 മുകളിൽ 200 മേളിൽ ക്ലോസ് ചെയ്ത് 210 മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം SMA എന്ന് പറഞ്ഞ ഒരു തടസ്സമുണ്ട്. അത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് 235 210 മുകളിലോട്ട് 234, പിന്നെ ഉള്ളത് 269, 306, 327, 354. പിയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 195 മുകളിൽ സ്റ്റേ ചെയ്ത് ഈ ഒരു നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഓൾമോസ്റ്റ് 210 ബ്രേക്ക് ചെയ്താൽ 13 21 ഭാഗത്തേക്ക് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യും. അതിന് മുകളിലോട്ടുള്ള മൂവ് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ലെവലുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി മുകളിലോട്ടുള്ള സ്കാൽപ്പിംഗ് ആണോ ഹോൾഡിംഗ് ആണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പിയുടേത് 170, സിയുടേത് 182. ഇതാണ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. അതിന് താഴത്തോട്ട് അവിടുത്തെ ക്യാൻഡലിൻ്റെ ക്ലോസിങ് അതൊക്കെ വെച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യും. അല്ലാതെ അതിന് താഴത്തോട്ട് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികളൊന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെയാണ് മെജോറിറ്റി എൻ്റെ പ്ലാനായിട്ട് പ്ലാൻ എ ആയിട്ട് കാണുന്നത്. ബാക്കി പ്ലാൻ ബി ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതനുസരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യും. എനിവേ വെയിറ്റ് ചെയ്യുന്നു മാർക്കറ്റ് ഓപ്പൺ ആവാൻ. 30 മിനിറ്റിലും മാർക്കറ്റ് ഡൗൺ ആണ്, 15 മിനിറ്റ്സിലും ഡൗൺ ആണ്, 5 മിനിറ്റിലും ഡൗൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് കർവ് ചെയ്ത് വന്നാൽ മാത്രമാണ് സിയിലേക്ക് വലിയ മൂവ്മെൻ്റ് ഒക്കെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. തൽക്കാലം എല്ലാ സൈഡും നിൽക്കുന്നത് പി സൈഡാണ്. പിയിൽ അപ്പിലേക്കുള്ള മൂവാണ്. ഒരു തവണ കൂടെ പി ഗ്രീൻ ആയ കുറച്ച് പിയിൽ കിട്ടുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. 200 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 90 ഒന്ന് കറന്ന് കിട്ടിക്കഴിഞ്ഞാൽ 200 വരെ ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി 205 നിലവിൽ അടുത്ത ലെവൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളത്. അത് ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റാണ്. അത് എല്ലാവർക്കും എടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എന്താ പറയണ്ടേ 15 മിനിറ്റ്സിൽ പി 270 SMA താഴെയുണ്ട്. അപ്പം ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് പി നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി വന്നാൽ നിലവിലുള്ള പിയുടെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 167 SMA 152 മാർക്കറ്റ് ഫാൾ ആവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അഗെയിൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. ക്വിക്കായിട്ട് ഇപ്പോൾ ഒരു എൻട്രി എടുക്കൽ എന്തായാലും പോസിബിലിറ്റീസ് അല്ല. ആദ്യത്തെ ഒരു എൻട്രി എന്തായാലും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. 195 മുകളിൽ മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 205 പി അഗെയിൻ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും.
197 മുകളിലോട്ട് വരാതെ ഒരു കാരണവശാലും സിയിലും ഫോക്കസ് ചെയ്യില്ല. രണ്ടും തുല്യ പ്രാധാന്യമാണ്. 205 പിയിലും 205 സിയിലും തുല്യ പ്രാധാന്യമാണ്. പിയിലേക്കാണ് 80%. പക്ഷേ 80% വർക്കൗട്ട് ആവണമെങ്കിൽ 195 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. 170 താഴത്തോട്ട് പി ഡൗൺ ആകുമ്പോൾ അത് നേരെ SMA-യിലേക്കോ 152 വരണം. 197 മുകളിൽ പോകാതെ ഒരു കാരണവശാലും സിയിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ആകെ എന്താ പറയണ്ട, വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സിയിലെ ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും സിയിലേക്ക് ആദ്യം ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കാം? 2 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ആദ്യത്തെ SMA-യിൽ തട്ടിയതുകൊണ്ടാണ് ആദ്യം ഇപ്പം അവിടെ ഒരു റിജക്ഷൻ വന്നത്. അത് ബ്രേക്ക് ചെയ്താൽ 197 ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ 200 205 ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. എന്തായാലും മാർക്കറ്റ് ഒന്ന് താഴത്തോട്ട് ഡൗൺ ആവും, എന്നിട്ടൊക്കെ മുകളിലോട്ട് പോകുള്ളൂ. ആ ഒരു വിശ്വാസത്തോടു കൂടി എടുത്തു വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നിട്ടാണോ പോണേ അല്ലാതെ പോണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും രണ്ടും കൽപ്പിച്ച് RSI 2 മിനിറ്റിൻ്റെ അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ട് 196 ഞാനൊരു എൻട്രി എടുക്കുകയാണ്. താഴത്തോട്ട് വരും. ഇൻ കേസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് 181 ആണ്. 81 10 91 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് 207. അല്ലാതെ 2 മിനിറ്റിൻ്റെ RSI ഓൾമോസ്റ്റ് അവിടെ നിൽക്കുന്നത് കാരണം, ഫസ്റ്റ് ക്യാൻഡിൽ വീക്ക് ആയത് കാരണം 196 ഒരു എൻട്രി എടുക്കുന്നു. എൻ്റെ ടാർഗറ്റ് 207 ആണ്. 207 മുകളിലോട്ട് മൂവ് ചെയ്താൽ അത് 218 വരെ ഞാൻ കൊണ്ടുപോകും. 218 പോരാ, കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 221 വരെ കിട്ടണം. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI ലെവലിൽ നിൽക്കുന്നു. SMA മുട്ടാനുണ്ട്, 152 മുട്ടാനുണ്ട്. അതുകൊണ്ടാണ് 196 ഞാൻ സിയുടെ ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിൽ വീക്കുമാണ്. RSI 2 മിനിറ്റിൽ അനുകൂലമായിട്ട് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് ക്വിക്കായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തത്. 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ അപ്പം അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയാൽ 195 മുതൽ 205 വരെയുള്ള മൂവ്മെൻറ്റ് ഒരു 3-4 ലോട്ടിലെടുത്താലും ആ ലോസ് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിൻ്റെ റീസൺ, ആദ്യത്തെ മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്കാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് സ്ട്രക്ചർ മാറ്റിയതിൻ്റെ റീസൺ. 196 ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. അത് ഓൾറെഡി 210 റീച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ 170 താഴത്തോട്ട് 15 മിനിറ്റ്സിൻ്റെ പിയുടെ ക്യാൻഡിൽ ഡൗൺ ആയപ്പോൾ അത് 152 എത്തുന്ന മുറയ്ക്കാണ് സി ഫോക്കസ് ചെയ്തത്. ആദ്യത്തെ ടാർഗറ്റ് 207 ആയിരുന്നു. അത് 210 വരെ വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ SMA 15 മിനിറ്റ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 24,505 കൂടെ എത്താനായിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ RSI സിക്ക് അനുകൂലമാണ്. 30 മിനിറ്റിൻ്റെ RSI സിക്ക് കർവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മെജോറിറ്റി സിയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ആദ്യത്തെ മൂവ്മെൻറ്റ് ഞാൻ പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. ബട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്ത കൊണ്ട് തീരുമാനം മാറ്റി സിയിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. 210 പോയിട്ട് തിരിച്ച് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ല, ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിൻ്റെ കാര്യം ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് SMA ഇതൊക്കെ ഒരുമിച്ച് ടാലി ആവണം. ഈ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. തിരിച്ചെന്തായാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് വരും. ഇവിടെ മുട്ടുമ്പോൾ എഗെയിൻ സിയിലേക്ക് ഒരു എൻട്രി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആവറേജിങ് കൺസെപ്റ്റിൽ ഇതിപ്പോൾ റെഡ് ആവും. ഓക്കെ, ഞാനൊരു ബൈ എടുത്തു. ആവറേജിങ് കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഒരു ബൈ എടുത്തിരിക്കുന്നത്. 2 മിനിറ്റിൻ്റെ മാറ്റിയിട്ട് ഞാൻ 5 മിനിറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. 5 മിനിറ്റിൽ നോക്കുമ്പോൾ 182 വരെ വരേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മോഡലാണ് ഈ വന്നിരിക്കുന്നത്. അത്ര ജെന്യൂൻ ആയിട്ടുള്ള ഡൗൺ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാനത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ 148 വന്നാൽ മാത്രമാണ് ഞാനത് ആവറേജ് ചെയ്യത്തുള്ളൂ. ഒന്നെങ്കിൽ 148 വരുമ്പോൾ ആവറേജ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് പോയിന്റ് 221. അതിനപ്പുറത്തേക്ക് ഈ ട്രേഡിൽ ഞാൻ മെജോറിറ്റി ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. സിയുടെ ഒരു ലോട്ടാണ്, അതിൻ്റെ ടാർഗറ്റ് 221.
ആവറേജിങ് വരുന്നത് 149. ആദ്യം ഒരു തവണ 215 വരെ വന്നു, വീണ്ടും അതിനേക്കാൾ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് പോയി. ആവറേജിങ് കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നെങ്കിൽ 214 വരെ വന്നപ്പോഴത്തേക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഒന്നെങ്കിൽ എനിക്കിത് 221 വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ 149 താഴെ പോകുമ്പോൾ RSIയുടെ ഡൈവർജൻസ് നോക്കിയിട്ട് അതെന്ത് ചെയ്യും, ആവറേജ് ചെയ്ത് തിരിച്ച് താഴത്തോട്ട് മുകളിലോട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പം അത് ഹോൾഡ് ചെയ്തോട്ടിട്ട് ഇട്ടിരിക്കുമ്പോൾ തന്നെ പിയിൽ നോക്കാം. പിയിൽ നോക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എവിടെ നിന്ന് എവിടം വരെ 201 ബ്രേക്ക് ചെയ്താൽ 213 സ്കാൽപ്പ് ചെയ്തെടുക്കാം. സി ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പിയിൽ സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 195 201 മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 213 215 സ്പേസ് കിട്ടും. സി എടുത്ത് വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് നടക്കും, ഇപ്പുറത്തെ വഴിക്ക് നടക്കും. ഒന്നെങ്കിൽ 149 വരുമ്പോൾ RSIയുടെ കൺഫർമേഷൻ നോക്കി ആവറേജ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ 3.5 വരെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും ഈ സാധനം 221 എത്തിക്കും. സി ഒന്നെങ്കിൽ 221 അല്ലെങ്കിൽ ഡൗണിലേക്ക് പോയി 149. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിച്ചേ പറ്റത്തുള്ളൂ ഇന്ന്. അതിനപ്പുറത്തേക്ക് എന്താ പറയണ്ടേ, മാർക്കറ്റ് 100% റീച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് 221. ഡൗണിലേക്ക് പോയാൽ 149. അപ്പോൾ ഡൗണിലേക്ക് പോയാൽ 149 ഭാഗത്ത് വരുമ്പോൾ ഞാനത് ആവറേജ് ചെയ്യും. അപ്പോൾ ഡൗണിട്ട് പോകുമ്പോൾ അത് ഞാൻ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. 200ന്റെ മുകളിലായിട്ട് പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 213 ഫസ്റ്റ് പ്രയോറിറ്റി 200ൽ നിന്ന് 213 അല്ലെങ്കിൽ 213 അല്ലെങ്കിൽ 222 ഭാഗത്തേക്ക് മൾട്ടിപ്പിൾ ലോട്ട് എടുക്കും. അതായത് പി ഡൗണിലേക്ക് നിലവിലത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് 149 ഇട്ട് പോയാൽ ഞാൻ ഒരു ലോട്ട് അത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പിയിൽ മൾട്ടിപ്പിൾ ലോട്ടിൽ 200 തൊട്ട് 213 222 എടുക്കും. ശേഷം ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് സ്കാൽപ്പിംഗ് പോയിന്റ് ബുക്ക് ചെയ്തിട്ട് പി 249 ഭാഗത്ത് വരുമ്പോൾ 5 മിനിറ്റിൻ്റെ RSI അനുകൂലമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആവറേജ് ചെയ്യും. അത് 149 തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ താഴത്ത് വെച്ചിട്ടായിരിക്കും ആവറേജ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഒന്നെങ്കിൽ എനിക്കിത് 221 കിട്ടണം, ഇല്ലെങ്കിൽ 149 ആവറേജിങ് പൊസിഷനിലേക്ക് പോകണം. RSIയും 5 മിനിറ്റിൽ കയറിയിട്ടുണ്ട്. അത് ക്രോസ് ഓവർ ആവുന്നവരെ, ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറുന്നത് വരെ സമയമുണ്ട്. ആ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ 221 എന്നാൽ മതി, എനിക്കൊരു ധൃതിയില്ല. 3.5 വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. അതായത് പി 141 എത്തുമ്പോൾ സി 221 എത്തണം. അപ്രോക്സിമേറ്റ് കണക്ക് മറ്റേ എല്ലാ ദിവസവും പറയണ പോലെ ഇന്നും ആവർത്തിച്ച് പറയാം. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ പി 141 വരുമ്പോൾ സി 221 വരണം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ ഇങ്ങനെ കൊടുക്കാം: ലോസിലേക്ക് പോകുമ്പോൾ പേടിച്ചോടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ. ഇന്നത്തെ ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണെന്ന് തോന്നുന്നുണ്ട്. മിക്ക ആളുകളും അങ്ങനെയാണ്. ഒരു എൻട്രി എടുക്കും, ഒന്ന് ബ്രേക്കൗട്ട് ആവുന്ന പോലെ കാണിക്കും, അപ്പോൾ ടാർഗറ്റ് എത്തില്ല, അത് തിരിച്ച് മൈനസിലേക്ക് പോകുമ്പോഴത്തേക്കും പേടിച്ച് ഇറങ്ങിപ്പോകും. ചാർട്ടിൻ്റെ റീഡിങ് അല്ലെങ്കിൽ ചാർട്ടിൻ്റെ കണക്കുകൾ, ചാർട്ടിൻ്റെ ലെവൽസുകൾ, ഇതൊക്കെ മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലോസിലേക്ക് പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചെയ്തത് എന്താ, ലോസിലേക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 210 ബ്രേക്ക് ചെയ്ത് നല്ല ഒരു സിംഗിൾ മൂവ്മെൻറ്റിൽ 221 മാർക്കറ്റ് എത്തുമെന്ന് നോക്കണം. ഞാൻ എൻട്രി എടുത്തു, താഴത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാനത് എക്സിറ്റ് ആവുമല്ലോ ചെയ്ത്, ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇൻ കേസ് അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ലോസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രേഡ് ഞാൻ ഫോക്കസ് ചെയ്തു. പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യം എന്താ, ലോസിലേക്ക് പോകുമ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. സിംഗിൾ ക്യാൻഡലിൽ മേ ബി 221 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. പിന്നെ രാവിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10-11 മണി വരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യാം. അതിനുശേഷമൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ നല്ലൊരു റൈഡ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്ന്. അപ്പോൾ ഇനി നോക്കാനുള്ളത് ലെങ്തി ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത്
സിംഗിൾ ക്യാൻഡിലിൽ 221 എത്തുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 ക്യാൻഡിൽ. എന്താണെങ്കിലും 3:30 വരെ സമയമുണ്ട്. ഈ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ ചെല്ലണമെന്നൊരു നിർബന്ധം എനിക്കില്ല. 3:30 വരെ എനിക്ക് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ 221 എത്തിയാൽ മതി. ഈ ലോസിലേക്ക് പോകുമ്പോൾ പേടിച്ച് എക്സിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. ട്രേഡിംഗ് ചാർട്ടിലെ കണക്കുകൾ പഠിച്ച് പേടി ഒഴിവാക്കും എന്നുള്ളതാണ് ട്രേഡേഴ്സിനോട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ പോകുന്ന ആളുകളോട് പറയാനായിട്ടുള്ളത്. ട്രേഡിംഗ് ചാർട്ടിലെ കണക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി മാറും. അങ്ങനെ പേടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവും. അങ്ങനെ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ലോസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റും ടാർഗറ്റും അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 150 നിൽക്കുന്ന PE 141 വരുമ്പോൾ 210 നിൽക്കുന്ന CE 221 ചെല്ലണം. അതാണ് ഈ ചാർട്ടിലെ കണക്ക്. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച നല്ല ട്രേഡർ ആവാൻ പറ്റും. ട്രേഡിംഗ് ഒരിക്കലും ഒരു ഗ്യാംബ്ലിംഗ് അല്ല, പ്യുവർ മാത്തമാറ്റിക് ആണെന്ന് ഇത് കറക്റ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പൊട്ടും എന്നും പറഞ്ഞ് നിൽക്കുകയാണ് മാർക്കറ്റ്. നല്ല വോളിയം വന്നു കഴിഞ്ഞാൽ 210 കവർ ചെയ്ത് ഒറ്റ മൂവ് 221 ഇട്ട് പോകും. 5 മിനിറ്റിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ബട്ട് അത് ഗ്രീനിലേക്കും കൂടെ കയറണം. ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരിക്കലും പിയിലേക്ക് ഇപ്പം കോൺസെൻട്രേഷൻ ചെയ്യില്ല. 180ൻ്റെ മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് 200ൻ്റെ മേളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ പീനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം 141 പി എത്തുമ്പോൾ CE 221 എത്തണം. റെഡ് ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു അപ്സൈഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഏകദേശം ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് തയ്യാറായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു മിന്നായം പോലെ 221 മാർക്കറ്റ് എത്തുമെന്ന് നോക്കണം. റെഡി ഫോർ ബ്രേക്ക്ഔട്ട്. പത്തേകാലിൻ്റെ ക്യാൻഡിൽ 213 220. ഓക്കെ, ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. എനിവേ 141 പി ഹിറ്റ് ചെയ്തപ്പോൾ 221 CE ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുക്കുമ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് പോകും. ഞാൻ എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അങ്ങനെ വിചാരിക്കുന്നത് കണക്കുകൂട്ടലുകൾ കൃത്യമായിട്ട് എടുക്കാതെ ചാർട്ടിനെ പഠിക്കാതെ ട്രേഡിങ്ങിന് അങ്ങനെ ചെയ്തിട്ട് ചാർട്ടിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇത് ഗ്യാംബ്ലിംഗ് ആണെന്ന് പറയുമല്ല. നോക്കിക്കേ, കറക്റ്റ് ബ്രേക്ക്ഔട്ട്, കറക്റ്റ് ടാർഗറ്റ്, നേരെ തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇനി കാര്യങ്ങളൊന്നും പറയാനില്ല. എൻ്റെത് 221 എത്തുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, 24,505 30 മിനിറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 24,512 അപ്രോക്സിമേറ്റ് 15 മിനിറ്റ്സ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 24,515 ഓൾമോസ്റ്റ് 5 മിനിറ്റിൻ്റെ RSIയിൽ 5 മിനിറ്റിൻ്റെ ഫ്യൂച്ചറും ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ, 15 മിനിറ്റ്സിൽ ടച്ച് ചെയ്തിട്ടില്ല, 5 മിനിറ്റിലും ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് എന്താ പറയണ്ടേ. ഈ പലരും ഇന്നാൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഒരു ട്രേഡർക്ക് 3ഉം 4ഉം സ്ക്രീൻ, എന്തിനാണ് അതിൻ്റെ ഉദ്ദേശം, ഒറ്റ ചാർട്ട് പോരെ അല്ലെങ്കിൽ ഒരു മൊബൈൽ പോരെ എന്ന് ചോദിച്ച പല വ്യക്തിയുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയണ്ടേ, അത്ര കോൺഫിഡൻറ്റോട് കൂടി 221 എനിക്ക് കോൺഫിഡൻറ്റോട് കൂടി ഇരിക്കാൻ പറ്റിയത് ഈ സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ്, 3ഉം 4ഉം സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഗുണം എനിക്കുണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് കൺഫർമേഷൻസ് തരാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് നമ്മളറിയാതെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവലും ഈ ലോസിലേക്കൊക്കെ പോകുമ്പോൾ ഇറങ്ങി പോകാനായിട്ടുള്ള ടെൻഡൻസി ഒക്കെ കുറയും. ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതേപോലെ ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ പ്ലാനിങ്, ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ വിൽക്കൂ എന്ന് പറയുന്ന ആളല്ല, എൻ്റെ പ്ലാനിങ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വർക്കൗട്ട് ആവുന്നതാണോ
ഇല്ലെങ്കിൽ ട്രേഡിങ് ഗ്യാമ്പിളിംഗ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല, ഇതൊക്കെ വെറുതെ എല്ലാ വചനങ്ങളാണ് എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം എൻ്റെ കൂടെ ലൈവിലിരിക്കാം. ഇത് കറക്റ്റ് കണക്കാണെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുമെന്നും പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതിനാണ് പ്രസക്തി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം 10:19 ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി പറയാനുള്ള കാര്യങ്ങൾ പുറകെ പറയാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.